നമസ്കാരം, ഞാൻ രശ്മി സരിൻ. ഇന്നത്തെ റെസിപ്പി ഒരു നാടൻ മത്തിക്കറിയാണ്. മത്തി മുളകിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മൺചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. നാടൻ കറികളൊക്കെ വെക്കുമ്പോൾ, പ്രത്യേകിച്ച് മീൻകറിയൊക്കെ വെക്കുമ്പോൾ മൺചട്ടി വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. മൺചട്ടിയിൽ വെക്കുന്ന അത്രയും സ്വാദ് വേറൊരു പാത്രത്തിൽ വെച്ചാലും കിട്ടില്ല. അപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുകൊന്ന് പൊട്ടി വരട്ടെ. ഇതിൻ്റെ കൂട്ടത്തിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം 1 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഒരു 9 വെളുത്തുള്ളി ചതച്ചത്, 8-9 ചെറുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. 8-9 എണ്ണം മതിയാവും, വളരെ ചെറുതായതുകൊണ്ട്. വലിയ ചെറിയുള്ളിയൊക്കെ ആണെങ്കിൽ 5 എണ്ണമൊക്കെ ചേർത്താൽ മതിയാകും. അതുപോലെ തന്നെ ഒരു 3 പച്ചമുളക് നെടുകെ കീറി ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറി കിട്ടുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ കറി പെട്ടെന്ന് നാശമായി പോകും. അതുകൊണ്ട് കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഉള്ളി ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നല്ലൊരു സ്വാദായിരിക്കും കറിക്ക് ഉണ്ടാവുക. ഇപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി അതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മീഡിയം സൈസുള്ളൊരു തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഒരു 2-3 മിനിറ്റ് ഇതും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ ഇവിടെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി തീ ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ആദ്യം 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ നല്ല മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ എരിവ് കുറവായിരിക്കും, പക്ഷേ കറിക്ക് നല്ല കൊഴുപ്പ് കിട്ടും. അതുകൊണ്ടാണ് കാശ്മീരി മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് ചേർക്കുന്നത്. ഇനി പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി പൊടിയൊക്കെ ഒന്ന് നന്നായിട്ട് മൂത്ത് വരുന്നത് വരെ 2-3 മിനിറ്റ് നേരത്തേക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ഒഴിക്കുന്ന വെള്ളത്തിൻ്റെ കണക്ക് എന്ന് പറയുന്നത്, നമ്മൾ ഇട്ട് കൊടുക്കുന്ന മീൻ വെള്ളത്തിൽ മുങ്ങിക്കിടക്കാൻ പാകത്തിന് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. കൂടുതൽ വെള്ളമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറി ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി ഇതിലേക്ക് 2 കുടംപുളി ഒന്ന് കുതിർത്ത് വെച്ചത് ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ കറിക്ക് ആവശ്യമായിട്ടുള്ള 1.5 ടീസ്പൂൺ കല്ലുപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. മീൻകറിയൊക്കെ വെക്കുമ്പോൾ കല്ലുപ്പ് ഇടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. മീൻകറിയെന്ന് മാത്രമല്ല, ഏത് കറിയാണെങ്കിലും നമ്മൾ കല്ലുപ്പിട്ട് ശീലിക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ കറി ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മീൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. മീൻ ഇട്ട് കഴിഞ്ഞിട്ട് അത് വേവാൻ തുടങ്ങിയാൽ പിന്നെ നമ്മൾ സ്പൂണിട്ട് തിളക്കാൻ നിൽക്കരുത്. മീനൊക്കെ അങ്ങ് പൊടിഞ്ഞു പോകും. അതുകൊണ്ട് മീൻ ഇട്ടപാട് തന്നെ നമുക്ക് ഇതുപോലെ ഒന്ന് സ്പൂൺ ഇട്ടിട്ട് മീനെല്ലാം ചാറിലേക്ക് മുങ്ങിക്കിടക്കുന്ന വിധത്തിൽ ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ മീനിൻ്റെ ആ ഫ്ലേവർ ചാറിലേക്കും ചാറിലുള്ള ഉപ്പും പുളിയും മുളകൊക്കെ മീനിലേക്ക് നന്നായിട്ട് കിട്ടുന്ന വിധത്തിൽ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കറിയുടെ നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഒന്ന് ലോയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇതിൻ്റെ ഇടയ്ക്ക് ഒന്ന് പാത്രം ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം, സ്പൂൺ ഇടരുത് കേട്ടോ. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അടപ്പൊന്ന് തുറന്നു നോക്കാം. കറിയുടെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റും കൂടെ ഇതുപോലെ തുറന്നു വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ചുറ്റിച്ചെടുക്കാം. ഇപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള മത്തിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കറിക്ക് പാകത്തിനുള്ള പുളിയാകുമ്പോൾ ഇതിൽ നിന്ന് കുടംപുളി എടുത്തിട്ടങ്ങ് മാറ്റിക്കളയണം, അല്ലെങ്കിൽ കറിക്ക് ഒരുപാട് അങ്ങ് പുളിയായി പോകും. നല്ല ചൂട് ചോറിൻ്റെ കൂടെ കപ്പേൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയൊരു നല്ലൊരു നാടൻ മത്തിക്കറിയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എങ്ങനെയുണ്ടെന്നൊന്ന് പറയണേ. അതുപോലെ തന്നെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്യണം. കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും അതിലെ ഓളും കൂടി ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി.